ചെതലല്ല, ഇതിങ്ങനെ മണ്ണ് കൊണ്ട് ഇങ്ങനെ സെറ്റായി വന്നതാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട്. ഇതേപോലെ ഞാൻ മുന്നേ കണ്ടോണ്ട് വാഗ ബോർഡറിൽ, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ, അവിടെ ഇതേപോലെ മാളുവിനെ ഫുഡ് കഴിക്കാം എന്നുള്ള പേരിൽ മാളുവിനെ വിളിച്ചോണ്ട് പോവാം. മാളു. ഹേ ഗൈസ്, അപ്പോൾ അതേ സമയം വന്നിട്ട് 2:39 രാത്രിയായപ്പോൾ ഞങ്ങൾക്ക് തോന്നി കന്യാകുമാരി വരെ പോയിട്ട് വന്നാലോന്ന്. ചില്ലറ ദൂരമൊന്നുമില്ല, നല്ല ദൂരമുണ്ട്. ഒന്നും നോക്കിയില്ല, ഡ്രസ്സ് എടുത്തിട്ടു, ദേ റെഡിയായി നിൽക്കുക. കുറേ ദൂരം ഓട്ടിക്കാണ്ട്. ഇവിടെ നിന്നൊരു 80 കിലോമീറ്റർ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. റോഡിലെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ വണ്ടികൾ മാത്രം. നമുക്കിനി 3 hours ഡ്രൈവ് ഉണ്ട്. സൺറൈസ് ഗൂഗിളിൽ നോക്കിയപ്പോൾ 6 മണിക്കാണ് കാണിച്ചിട്ടുള്ളത്. നമുക്കൊരു 5:30 ആകുമ്പോൾ മാക്സിമം എത്തണം ഗൈസ്. എന്നാലും നമുക്ക് ആ ഒരു പക്കാ വൈബ് കിട്ടത്തുള്ളൂ, സൺറൈസ് കാണാൻ പറ്റത്തുള്ളൂ. നമ്മളിതേ താറാമുട്ട ഓംലെറ്റ് കഴിക്കാനായിട്ട് ഇവിടെ ഒരു കടയുണ്ടായിരുന്നു നിർത്തി. ഇവിടെ എല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഓണാ. രാത്രി ഇങ്ങനെ വന്നിട്ടൊരു ഓംലെറ്റ് അടിക്കുന്നൊരു ഫീലുണ്ടല്ലോ, സൂപ്പറാണ്. ഇനി 59 കിലോമീറ്ററും കൂടിയുണ്ട് കന്യാകുമാരി എത്താൻ. ഞങ്ങളിതേ പാറശാല എത്തി ഗൈസ്. ഇനി അടുത്ത് കളയിക്കാവില്ല, അത് കഴിഞ്ഞ് തക്കല, നാഗർകോവില്, കന്യാകുമാരി. ഞങ്ങൾ പെട്രോൾ അടിക്കുക ഇവിടെ വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ കയറി അടിക്കാൻ വെച്ചു. കേരളത്തേക്കാൾ 5 രൂപ വ്യത്യാസമാണ്. ഇവിടെ 102.3. അപ്പോൾ ഇനി കന്യാകുമാരിക്ക് 23 കിലോമീറ്ററുണ്ട്. ഞങ്ങളിത് നാഗർകോവിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് കന്യാകുമാരിയുടെ എൻട്രൻസ് കഴിഞ്ഞു. വെൽക്കം ടു കന്യാകുമാരി. കുറച്ച് ദൂരം കൂടെ ഉള്ളു. നല്ലൊരു തിരക്കുണ്ട്. എല്ലാവരും എവിടെ പോവുകയാണ്? സൺറൈസ് ആണോ വന്നത്? ഇവരെല്ലാവരും സൺറൈസ് കാണാൻ വന്നതാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു നമ്മൾ മാത്രമേ കണ്ടുള്ളൂ ഇങ്ങനെ പാതിരാത്രിക്കുള്ള പ്രോബ്ലം ഉള്ളതെന്ന്. അപ്പോൾ ഫൈനലി ഗെയ്സ് ഡേ ഞങ്ങൾ എത്തിയിട്ടുണ്ട് കന്യാകുമാരി. ഇവിടെ നല്ല തിരക്കാണ്. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, ആൾക്കാർ വരുന്നുണ്ടോ, അങ്ങനെ നല്ല തിരക്കുണ്ട്. പെട്ടെന്ന് പോകാം ഗെയ്സ്. 6:10 സൺറൈസ്. നമ്മളിപ്പോൾ സമയം 5:52 ആയിട്ടുണ്ട്. ഇതിവിടെ മറ്റേ പൈസ അതേതോ ആൾക്കാരൊക്കെ ഇപ്പോൾ ഉണ്ട്. ഇതേ കണ്ടോ, ഇപ്പോഴേ ആൾക്കാർ വന്ന് സ്ഥലമൊക്കെ പിടിച്ചിട്ടുണ്ട്. കാരണം അവിടെ ഇനി ഫുൾ തിരക്കായിരിക്കും. നമ്മൾ മാക്സിമം പോയി പെട്ടെന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ പോയിന്റ് കിട്ടും. അതെ, ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും പ്രെയറോ അങ്ങനെ എന്തെങ്കിലും നടക്കുമായിരിക്കും, അതായിരിക്കും. ഇവിടുത്തെ സൺറൈസ് പൊളിയാ. തിരക്ക് കണ്ടോ, ഇതാണ് ഇവിടെ തിരക്ക്. നമ്മളിനി എവിടെയെങ്കിലും കയറണം. ഇതിൻ്റെ ഇടയ്ക്ക് എവിടെ കയറും? കമോൺ. സൺറൈസ് കാണാൻ ഇത്രയും തിരക്ക് ഞാനിവിടെ കണ്ടിട്ടില്ല. അവിടെ നല്ല തിരക്കാണ് ഗൈസ്. അപ്പോൾ നമ്മൾ താഴെ പോയി കാണാം. എങ്ങനെയെങ്കിലും താഴെ ഇറങ്ങണം ഗൈസ്. തിരക്ക് കണ്ടോ? ഇതേപോലെ ഞാൻ മുന്നേ കണ്ടോണ്ട് വാഗ ബോർഡറിൽ, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ, അവിടെ ഇതേപോലെ വൈകിട്ടത്തെ പരേഡ് കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ഇതേപോലെ കണ്ടുള്ളത്. തിരക്ക് കണ്ടോ? നമുക്ക് സമാധാനമായിട്ട് അവിടെ പോരുന്നതാണല്ലേ. വാ, ഞങ്ങൾ ഒരു ഇവിടെ ഒരു സ്പോട്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ അങ്ങ് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, കോറൽ റോക്കാണെന്ന് തോന്നുന്നു. ഇതിങ്ങനെ കോറലാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കാണാനൊക്കെ. ഇതെന്തുവാ മാടത്? കല്ല. ഇത് മറ്റേ കോറൽ റോക്കല്ലേ? അതല്ലേ മറ്റേ കോറൽ വന്ന് അടിഞ്ഞിട്ട് റോക്കായ. നല്ല രസമുണ്ട് കേസ് ഇത് കാണാൻ. വിവേകാനന്ദ റോക്ക് വന്നിട്ട് അതാണ്. അവിടെയാണ് വിവേകാനന്ദ സ്റ്റാച്ചു കാണുന്നുണ്ടോ? അതാണ് വിവേകാനന്ദ റോക്ക്. അവിടെയാണ് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉള്ളത്. ഗ്ലാസ് ബ്രിഡ്ജ് ഇപ്പോൾ ഇവിടെ നിന്ന് ബോട്ടിൽ പോകണം. ബോട്ട് സർവീസ് എന്ന് തോന്നുന്നത്. അവിടെ നിന്നും കാണാൻ പറ്റും. കണ്ടോ, അവിടെ നിന്നാണെന്ന് തോന്നുന്നു, അറിയില്ല. സണ്ണ് സ്റ്റിൽ വരുന്നില്ല ഗീസ്. ഞങ്ങളിത് നോക്കി നിൽക്കുവാണ്. കുറച്ചുകൂടെ ഒന്ന് പൊങ്ങാണ്. ക്ലൗഡ്സൊക്കെ കുറവായിരുന്നെങ്കിൽ പെട്ടെന്ന് കാണാമായിരുന്നു. സൺറൈസായി വരുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ കടലിലടിച്ചിട്ട് വേറൊരു കളർ വരുന്നുണ്ടോ? ആകത്തില്ലല്ലേ? പക്ഷേ ഇനി വന്നു തിരിച്ചവിടെ എത്തി.
ഇവിടെ സൺറൈസും കാണാൻ പറ്റും, സൺസെറ്റും കാണാൻ പറ്റും. അതാണ് കന്യാകുമാരിയുടെ ഒരു സ്പെഷ്യാലിറ്റി. നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും താഴെയാണ്. സൺറൈസ് കണ്ടപ്പോൾ ഒരു ഭയങ്കര പ്ലസൻ്റ് അല്ലേ, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടും, ഒരു പോസിറ്റീവ് ഫീലിങ്സ്. ഇതാണെങ്കിൽ സൺ കിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഫുള്ള് സണ്ണിങ്ങനെ മുഖത്തടിച്ച് നിൽക്കുന്നുണ്ട്. ഇവിടെ നോക്കാൻ പറ്റുന്നില്ല, കണ്ണിലടിച്ച് നിൽക്കുമോ. രാവിലെ തന്നെ ഇവിടുത്തെ ഷോപ്സ് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് കേസ്. പണ്ട് കന്യാകുമാരി ട്രിപ്പ് വരുമ്പോൾ ഇതൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ കർട്ടനായിട്ട് ഇട്ടാലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അന്ന് ഇത് ട്രെൻഡായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ പോയി, ഇതൊക്കെ ഇടുന്നത് ആരും ഇടത്തില്ല. ഇവിടെ ഇപ്പോഴും ഇത് ഇടുമായിരിക്കും, നമ്മുടെ ഇവിടെ ആരും ഇടത്തില്ല കേരളത്തിൽ. പക്ഷെ രാവിലെ തന്നെ ഷോപ്പൊക്കെ ഓണായി കേട്ടോ. ശരിക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് റിമോട്ടാണെന്ന് തോന്നുന്നു. കന്യാകുമാരി അപ്പോൾ രാവിലെ ഓണാണ് കേസ്. ശംഖിൻ്റെ ഫുൾ ഐറ്റം ദേ ഇരിപ്പുണ്ട്. അത് വരുന്നുണ്ട്. ആ നിന്റെ ചവിണ്ടല്ലേ. ആ ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അത് നമ്മൾ നേരത്തെ അവിടെ കണ്ടതിൻ്റെ വേറൊരു മോഡൽസാണ് പക്ഷെ ഞാൻ വിചാരിച്ചു വർഷങ്ങൾക്ക് ശേഷം കന്യാകുമാരി വരുമ്പോൾ ഈ ഒരു മോഡൽസ് ഒക്കെ പോയിട്ടുണ്ടാവും. സ്റ്റിൽ കന്യാകുമാരിയുടെ ഹൈലൈറ്റ് ആയി ശംഖ് വെച്ചിട്ടുള്ള കർട്ടൻസിൻ്റെ ഐറ്റംസ്. ഈ ഒരു സെക്ഷനിൽ ഏതെടുത്താലും 5 രൂപ കേട്ടോ. ആളും അമ്മ അതേ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അമ്മ ഇതൊക്കെ കാണാൻ വേണ്ടി മുമ്പേ ഇരുന്ന് ഇങ്ങനെ ഇന്നലെ തൊട്ട് പറയുന്നുണ്ട്, പോകുമ്പം പറയണം, വീഡിയോ കോൾ ചെയ്യണം, കാണണം. ഈ ഒരു ചെറിയ മിറർ എടുക്കുക ഗൈസ്, വീട്ടിലെ അമ്മയ്ക്ക് വേണ്ടി. കന്യാകുമാരി വന്നിട്ട് ഒന്നും മേടിച്ചില്ല എന്ന് വേണ്ട നമ്മളിനി അല്ലേ. ഇവിടെ ഏതെടുത്താലും 60, അതാണ് ഇവിടുത്തെ റേറ്റ്. ഷോപ്പിങ്ങിന് അറിയാം, പിന്നെ ഇനി ഇപ്പോഴൊന്നും പോകാൻ പറ്റത്തില്ല എന്നാണ് തോന്നുന്നത്. ഈ ഐറ്റം കൊള്ളാം കേട്ടോ. ഇതിങ്ങനെ ഓയിലിട്ടിട്ട് നമുക്ക് ഓയിലിങ്ങനെ സ്പ്രേ ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ, ഈ ചപ്പാത്തിയൊക്കെ പരത്തുമ്പോഴും അല്ലെങ്കിൽ ഇഡ്ഡലിക്ക് തട്ടിലൊക്കെ എണ്ണ ഒഴിക്കാനായിട്ട് കൊള്ളാം കേട്ടോ. നല്ല യൂസ്ഫുൾ ഐറ്റമാണിത്. ഇത് 2 എണ്ണം കൂടെ എടുത്തേട്ടോ ഫറിന് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഷോപ്പിംഗ് ആണ്. ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ നടന്ന് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും. ഈ ഒരു കളറ് പെണ്ണ് കാണാൻ വന്നപ്പോൾ ആള് ഈ കളർ ഡ്രസ്സാണ് ഇട്ടിരുന്നത്. എനിക്കിപ്പോൾ ഈ കളർ എവിടെ കണ്ടാലും അതാണ് ഓർമ്മ, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കളർ ഇടുന്നത്. എന്ത് വാങ്ങട്ടെ എന്ന് പറഞ്ഞ മാള് ഇങ്ങനെ നടക്കുവാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ക്വാളിറ്റി ഉണ്ടോ? വാങ്ങുന്നുണ്ടോ? ഷോർട്സ് വേണോ? എനിക്കിപ്പോൾ തന്നെ ധാരാളം ഉണ്ട്. എനിക്കിവിടെ ഇങ്ങനെ സ്ട്രീറ്റ് ഷോപ്പിംഗ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനാണ് ഇഷ്ടം. മാളുവിനെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ് നല്ലത്. മാളു കമോൺ, നമുക്ക് പോവാം. ഇനി നിന്ന് കഴിഞ്ഞാൽ ഈ കട ഫുള്ള് ഇങ്ങനെ വാങ്ങിച്ച് നടക്കും. കുറേ കടയൊക്കെ ഓപ്പൺ ആവുന്നേ ഉള്ളൂ, അതുകൊണ്ട് രക്ഷപ്പെട്ടു. മാളുവിനെ ഫുഡ് കഴിക്കാം എന്നുള്ള പേരിൽ മാളുവിനെ വിളിച്ചുകൊണ്ട് പോവാം. മാളു, നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ? പിന്നെന്താ, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകാം മാളു. ഇനി അതേ ഉള്ളൂ ഏക വഴി. കട കാണുമ്പോൾ മാളുവിൻ്റെ ഒരു സൈഡ് അങ്ങോട്ട് വലിയ കുറച്ചുകൂടെ ഫാസ്റ്റിൽ കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് പോവാം, പെട്ടെന്ന് പോവാം. മാളു എന്ത് വാങ്ങട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുവാണ്. ഈ വിരളി പിടിച്ച് നടക്കത്തില്ലേ, അതേ കണക്കിന് ഇങ്ങനെ പരതി നടക്കുവാണ്. എന്തോ ഭാഗ്യം രാവിലെ എല്ലാ ഷോപ്സും ഓണാവാത്തത്. എല്ലായിരുന്നെങ്കിൽ ഇന്ന് ഓണായി വരുന്നതിന് മുമ്പേ നമുക്ക് കഴിക്കാൻ പോയിട്ട് അതുവഴി അങ്ങ് പോവാം ഗീസ്. അതേ നടക്കത്തുള്ളൂ. കഴിക്കാൻ പോവാം. നമുക്കിനി ഇവിടെ നിന്നുകൂടാ, കഴിക്കണ്ടേ? പോവാം. ഭാഗ്യം. എല്ലാ കടയും ഓണായിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയെ കൊണ്ട് ഇവിടെ വിട്ടാൽ മതി. അമ്മ പറയും വരുന്നില്ല. ഇവിടെ കന്യാകുമാരിയുടെ ഒരു ഗ്രാമപ്രദേശത്തൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിതേ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗീസ്. ഞങ്ങൾ അലഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് അലഞ്ഞ് ഒരിടത്തും ഹോട്ടലില്ല. ഇങ്ങനെ ഞങ്ങളിതേ ഒരു ഹോട്ടലെത്തി. ഹോട്ടൽസ് ഉണ്ട്, പക്ഷേ എല്ലാം അടപ്പാണ്. നമുക്ക്
ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. വിശന്ന് കുടല് കത്തുന്നു ഗൈസ്. മാളൂരാന്നേ വയ്യ, വിശന്ന് തലകറങ്ങുന്നതൊക്കെ അവസ്ഥയായി. നല്ല വിശപ്പുണ്ടായിരുന്നു ഗൈസ്. പെട്ടെന്ന് കഴിച്ചു. പെട്ടെന്ന് ബില്ല് ചെയ്ത് ഇവിടെ ഇറങ്ങണം. കരുത്ത് പിടിക്കാൻ നല്ലത്. വീടെത്തി കേസ്. ഓ തളർന്ന് കേസ്, നല്ല രീതിക്ക് ടയേർഡായി. ഒന്ന് ഉറങ്ങിയാ മതി. സത്യം. ഇത് ഇപ്പോൾ സമയം വന്നിട്ട് 12:30 കേസ്. ഇന്നലെ ഞങ്ങൾ 2:30 കഴിഞ്ഞപ്പോൾ പോയതാണ്. നമ്മൾ രാവിലെ എത്തണമെന്ന് വിചാരിച്ചാൽ തിരിച്ചു, പക്ഷേ നടന്നില്ല. ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് നടന്നപ്പോൾ ലേറ്റ് ആയി. പ്ലാൻ തെറ്റിപ്പോയി. ഇപ്പം എന്തായാലും കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കണം കേസ്. അപ്പോൾ കേസ് ഞങ്ങളിത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.